അങ്ങനെ ഉറ്റമിത്രം ഇറ്റലിയും ഇസ്രായേലിനെ കൈവിട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് റോമും ഇറ്റലി തെല്ലവീവും തമ്മിൽ വളരെ ദൃഢമായിട്ടുള്ള സൈനിക ബന്ധങ്ങളും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്നു. കാരണം രണ്ട് രാജ്യങ്ങളിലും നിലനിൽക്കുന്നത് ഒരു വലതുപക്ഷ ഭരണകൂടമാണ്. ഏകദേശം ഓരോ 5 വർഷം കൂടുന്തോറും പുതുക്കുന്ന രീതിയിലുള്ള ആയുധ കരാറുകളും അതേപോലെ തന്നെ സൈനിക ഉടമ്പടികളൊക്കെ ഇറ്റലിയും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്നു. ഇസ്രായേല് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ലോകത്തിലെ 3ാമത്തെ രാജ്യമാണ്. അല്ലെങ്കിൽ അതിൽ ആ ഫസ്റ്റ് 3 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 3ാമതായിട്ട് വരുന്ന രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധം ഇപ്പോൾ വളരെയധികം വഷളായിരിക്കുകയാണെന്നുള്ളതാണ്. അതൊരു ഭയങ്കര കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു വലതുപക്ഷ ഭരണകൂടം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇറ്റലിയിൽ എങ്ങനെയാണ് മറ്റൊരു വലതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്ത ഞാൻ വായിക്കാം. ഇസ്രായേലുമായുള്ള എല്ലാ പ്രതിരോധ സഹകരണ കരാറുകളും റദ്ദാക്കുന്നതായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓരോ 5 വർഷം കൂടുമ്പോഴും പുതുക്കാറുള്ള ഈ കരാർ പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇനി തുടരേണ്ടതില്ലെന്നാണ് മെലോണി ഭരണകൂടത്തിന്റെ തീരുമാനം. കരാർ ഇനി പുതുക്കേണ്ടതില്ലെന്നും തീരുമാനമുള്ളതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചരിത്രപരമായി ദൃഢമായ ബന്ധം പുലർത്തിയിരുന്ന റോമും തെല്ലവീവും തമ്മിലുള്ള ബന്ധം ഇതോടെ പൂർണ്ണമായും വഷളായിരിക്കുകയാണ്. ഇനി ലെബനാനിലെ ഇറ്റാലിയൻ UN സമാധാന സേനയ്ക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തതാണ് ബന്ധം ഇത്ര അധികം വഷളാവാൻ പ്രധാന കാരണം. ഈ ഒരു പോയിന്റ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വിശദീകരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു ഏരിയയാണ്. അതായത് ലെബനാനിലെ ഇറ്റാലിയൻ UN സമാധാന സേനയ്ക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തതാണ് ബന്ധം ഇത്ര അധികം വഷളാവാൻ പ്രധാന കാരണമായത്. അതായത് ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ഇറ്റാലിയൻ UN സമാധാന സേന, അപ്പൊ ഈ പറയുന്ന ലെബനോനിലും അതേപോലെ തന്നെ പല രാജ്യങ്ങളിലും UN സമാധാന സേനകളുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ സമാധാന സേന യുഎനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സമാധാന സേനകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷെ ആ സമാധാന സേനയെ വെടിവെക്കാനോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനോ യാതൊരു അവകാശവും ഏതെങ്കിലും കോൺഫ്ലിക്റ്റിനിടയ്ക്ക് ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനെ ലംഘിക്കുകയാണ് ബേസിക്കലി ഇവിടെ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് യുദ്ധക്കുറ്റങ്ങളോ ജനീവ കൺവെൻഷനിൽ ഉണ്ടായിട്ടുള്ള നിയമങ്ങളെ ഒന്നും തന്നെ ഇസ്രായേൽ പാലിക്കുന്നില്ല. അതായത് വാട്ടർ ബോഡീനെ അറ്റാക്ക് ചെയ്യുക, സ്കൂളുകളെ അറ്റാക്ക് ചെയ്യുക, ഹോസ്പിറ്റലുകളെ അറ്റാക്ക് ചെയ്യരുത്, സ്ത്രീകളെയും കുട്ടികളെയും അറ്റാക്ക് ചെയ്യരുത് എന്ന് പറയുന്ന യുദ്ധ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾക്ക് പുല്ലുവിലയാണ് ബേസിക്കലി ഇസ്രായേൽ കൽപ്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് കഴിഞ്ഞ ഗസ വാറിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. സ്കൂളുകൾക്ക് ബോംബിട്ടു, ഹോസ്പിറ്റലുകൾ തകർത്തു, യൂണിവേഴ്സിറ്റികൾ തകർത്തു, സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ അവിടെ കൊല്ലപ്പെട്ടത്. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇറ്റാലിയൻ UN സമാധാന സേനയ്ക്ക് നേരെ ഒരു വെടിയുതിർത്തപ്പോഴാണ് ബേസിക്കലി ഈ ബന്ധം വഷളായി തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഈ ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം ബേസിക്കലി ഗസ വാറിൽ അല്ലെങ്കിൽ ഗസയിലേക്കുള്ള ആ ഒരു അറ്റാക്കിന് ശേഷം ഇറ്റലിയിൽ വളരെ അധികം പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്. ഇറ്റാലിയൻ നഗരങ്ങൾ ബേസിക്കലി ഭയങ്കര രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. അപ്പൊ അവിടെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ ഈ മൊലോണിയുടെയൊക്കെ ജനപ്രീതി ഇടിഞ്ഞു എന്ന് പറയുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റലിയിൽ ഇനി ഭരണ തുടർച്ച ഉണ്ടാവില്ല എന്നുള്ളതും അതേപോലെ തന്നെ ജനങ്ങൾ വെറുക്കുന്ന ഒരു ഗവൺമെന്റ് ആയിട്ട് അത് മാറും എന്ന് പറയുന്ന റിപ്പോർട്ടുകളും കൂടെ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇറ്റലി പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടെ ഇതിന്റെ പുറകിലുള്ള ഒരു വശമായിട്ട് നമ്മൾ കാണണം. അല്ലാതെ ഈ പറയുന്ന മനുഷ്യരോടുള്ള അതിയായ സ്നേഹം കൊണ്ട് സംഭവിച്ചു എന്നൊന്നും നമുക്ക് ആസച്ച് അങ്ങനെ ഒന്നും നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഇതുപോലെയുള്ള വേറെ രാജ്യങ്ങളുടെ പൗരന്മാർക്ക് നേരെയുള്ള അറ്റാക്കുകളെല്ലാം ഇതിന് മുന്നേ ഇസ്രായേൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും തന്നെ ആ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരു നടപടി എടുക്കുകയോ അതിനെതിരെ പറയുകയോ സംസാരിക്കുകയോ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അവിടെയാണ് ഇറ്റലി വ്യത്യസ്തമായിരിക്കുന്നതെന്നും കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മാത്രമല്ല ലെബനാനിലെ ഇറ്റാലിയൻ UN സമാധാന സേനയ്ക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തതാണ് ബന്ധം ഇത്രയധികം വഷളാവാൻ പ്രധാന കാരണമായത്. ആക്രമണത്തെ തുടർന്ന് ഇറ്റലി ഇസ്രായേൽ അംബാസഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു.
ഇതിന് പിന്നാലെ ലബനാനിലെ സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി ആന്റോണിയോ തജാനി പ്രസ്താവിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ഇസ്രായേലും ഇറ്റാലിയൻ അംബാസഡറെ വിളിച്ചു വരുത്തിയിരുന്നു. സിപ്രി റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന മൂന്നാമത്തെ വലിയ രാജ്യമാണ് ഇറ്റലി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇസ്രായേലിന്റെ ആയുധ ഇറക്കുമതിയുടെ 1.3% ഇറ്റലിയിൽ നിന്നാണ്. ഈ കരാർ റദ്ദാക്കുന്നതോടെ ആയുധ വിതരണവും സംയുക്ത സൈനിക പരിശീലനങ്ങളും നിലയ്ക്കും. ഇത് ഇസ്രായേലിന്റെ ആയുധ സംഭരണ ശൃംഖലയിൽ വലിയ ആഘാതം സൃഷ്ടിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തുന്നു. അതേപോലെ തന്നെ ഇത് മാത്രമല്ല, ലിയോ 14 മാർപ്പാപ്പയെ അധിക്ഷേപിച്ച ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചതും അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഒരു വലതുപക്ഷ സർക്കാർ മറ്റൊരു വലതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്നുള്ളത് തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ കാലത്തും വലതുപക്ഷ സർക്കാരുകളാണെന്നുണ്ടെങ്കിലും ഏത് സർക്കാരുകളാണെന്നുണ്ടെങ്കിലും ജനരോക്ഷത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ യൂറോപ്യൻ രാജ്യങ്ങളും ബാക്കിയുള്ള വൻകരകളിലുള്ള രാജ്യങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ജനങ്ങളുടെ ആസ്പിരേഷൻ, ജനങ്ങളുടെ അഭിലാഷം, ജനങ്ങളുടെ വോയിസ്, ഇതിനെ കേൾക്കുന്ന ആൾക്കാരാണ്, ജനങ്ങളുടെ വോയിസിന് വിലയുള്ള ആൾക്കാരാണ്. അല്ലാതെ അതിനെ അടിച്ചമർത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ഗവൺമെന്റുകളെ നമുക്ക് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇറാൻ US സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ തിരിച്ചടികളാണ് ബേസിക്കലി ഈ സഖ്യങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന ഇറ്റലിയാണ് ആദ്യം പറഞ്ഞത് ഇറ്റലിയുടെ ആകാശത്തെയോ അല്ലെങ്കിൽ ഇറ്റലി ഒരു തരത്തിലുള്ള സൈനിക സഹായവും ഇറാൻ ആക്രമിക്കുന്നതിൽ തരത്തില്ല എന്നുള്ളത് ഇറ്റലി മുഖത്തടിച്ച പോലെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറഞ്ഞത് സ്പെയിനാണ്. സ്പെയിന് ചൈനയുമായിട്ടൊരു സഖ്യം രൂപീകരിക്കുന്നതിലോട്ട് വരെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. UK പറഞ്ഞു UK ഈ പറയുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള സഹായവും നൽകില്ല എന്നുള്ളത്. അപ്പോൾ ട്രംപും അതേപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും ലോകത്തിൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതും എന്തിന്റെ പശ്ചാത്തലത്തിലാണെന്നും കൂടെ നമ്മൾ നോക്കണം. അതായത് അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഒരു അക്കോർഡ് കൊണ്ടുവന്ന് മിഡിൽ ഈസ്റ്റിലേക്കുള്ള രാജ്യങ്ങളെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പുതിയ ഒരു യൂണിറ്റിനെ, പുതിയൊരു യൂണിയനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഷാർപ്പായിട്ടുള്ള സഡൻ യൂട്ടേണിലോട്ട് ഈ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ലോകത്ത് ഇവർ കൂടുതൽ എക്സ്പോസ്ഡ് ആവുകയും ലോകത്ത് ഇവർ കൂടുതൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതും കൂടെ കാണണം. കാരണം ടെലിവൈസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ബേസിക്കലി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇസ്രായേൽ എന്താണ് ലെബനോണിൽ ചെയ്യുന്നതെന്നുള്ളതും ഗസയിൽ ചെയ്യുന്നതെന്നുള്ളതും ലോകത്തെല്ലാവരും കണ്ടു. ഇത്രയും കാലം ഇവര് സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന നരേറ്റീവുകളെല്ലാം പൊളിഞ്ഞടങ്ങുന്ന രീതിയിലോട്ടും കാര്യങ്ങൾ പോയി. അതേപോലെ തന്നെ ഇറാൻ അറ്റാക്ക് ചെയ്ത ഏരിയയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇവരെ സെറ്റ് ചെയ്തിട്ടുള്ള നരേറ്റീവ്സിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ള നിലപാടുകൾ ലോകരാഷ്ട്രങ്ങൾ എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതായത് ഇതിനു മുന്നേ ഇറാഖിന് മാസ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വെപ്പൺസ് കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്തു. ആ അറ്റാക്കിനെ, ആ ഒരു പ്രൊപ്പഗണ്ടനെ സക്സസ്ഫുള്ളി സെറ്റ് ചെയ്യാൻ അന്ന് അമേരിക്കക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അത് വിശ്വസിച്ച് അതിലോട്ട് ചാടി ഇറങ്ങിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു നരേറ്റീവ്സിനെ, ഒരു പ്രൊപ്പഗണ്ടനെ മുന്നോട്ട് വെച്ചിട്ട് ഒരു വേറെ രാജ്യത്തിനുള്ള അറ്റാക്കിലോട്ട് പോകാൻ ഇവർക്ക് സാധിക്കത്തില്ല. കാരണം ആ നരേറ്റീവ്സിനെ ക്ലിയർലി റീഡ് ചെയ്യാനും അതിന്റെ ബിഹൈൻഡ് ദ സ്റ്റോറീസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും അതേപോലെ തന്നെ ടെക്നോളജിക്കൽ സൗകര്യങ്ങളും ഇന്ന് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ നരേറ്റീവ്സിനെ സെറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെ ഇവിടെയുണ്ട്. ഇൻ കേസ് ഇവർക്ക് നരേറ്റീവ്സിനെ സക്സസ്ഫുള്ളി സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഈ അമേരിക്കൻ ഇറാൻ വാർ ഇങ്ങനെയേ ആയിരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.